ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാ കൂട്ടർക്കും സ്വാഗതം. അപ്പോൾ മച്ചാന്മാരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു അടിപൊളി വിൻമില്ലാണ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആണെങ്കിൽ ഈ ഒരു വിൻമില്ല് ചെറുതായിട്ടാണ് നമ്മൾ പണിയുന്നത്. വിൻമില്ലെന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ തോതിലൊന്നും അല്ല, നമ്മൾ ചെറിയൊരു പമ്പരത്തിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു വിൻമില്ലാണ്. അപ്പം നല്ല കാറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഈ ഒരു വിൻമില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആണെങ്കിൽ ആ ഒരു സമയത്ത് കാറ്റടിച്ചില്ലെങ്കിൽ നമ്മുടെ ഈ ഒരു വിൻമില്ല് പാളിപ്പോവും. എന്തായാലും നമുക്ക് ഈ ഒരു വിൻമില്ല് എങ്ങനെ ചെയ്യുന്നത് നോക്കുന്നതിന് മുമ്പ് വീഡിയോസിനെ വരയ്ക്കാൻ ശ്രമിക്കാൻ പറ്റുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ വേണ്ട നമ്മുടെ കാറ്റാടി യന്ത്രം പണിയാൻ വേണ്ടി നമ്മൾ എടുത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലുള്ളൊരു പമ്പരമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഒരു പമ്പരം എടുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചുമ്മാ ഉണ്ടായത് നമ്മളിങ്ങനെ കാറ്റത്തിങ്ങനെ കാണിക്കുമ്പോഴേ ഇത് കിടന്ന് നല്ല കറക്കമുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു പമ്പരത്തിൻ്റെ ലീഫിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാറ്റിനെ പിടിച്ചെടുത്ത് ഇത് കറക്കാനുള്ളൊരു പവറുണ്ട് നമ്മുടെ ഈ ഒരു പമ്പരത്തിന്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പമ്പരം തന്നെ എടുത്തത്. ഈ ഒരു പമ്പരത്തിൻ്റെ നമുക്ക് ഈ ഒരു ഭാഗമൊന്നും നമുക്ക് വേണ്ട, അതുകൊണ്ട് നമുക്ക് ഇതങ്ങ് ഇളക്കി. ഈ ഒരു സാധനം നമുക്ക് ആവശ്യമില്ല, അപ്പോൾ ഇതങ്ങ് മാറ്റി വെച്ചേക്കാം. നമുക്ക് വേണ്ട ഈ ഒരു ഫാൻ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഈ ഒരു പമ്പരത്തിൻ്റെ ഈ ഒരു ലീഫുകൾ മാത്രം മതി. സമരം ഏതേണ്ട ഈ ഒരു പമ്പരത്തിൻ്റെ ഈ ഒരു ലീഫ് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളൊരു മിനി മോട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് വയർ നമ്മളിപ്പം കണക്ഷൻ ചെയ്തെടുത്തേക്കുവാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു മിനി മോട്ടർ നമുക്ക് വേണ്ട ഈ ഒരു പമ്പരത്തിൻ്റെ കൃത്യം നടുക്കേക്ക് നമുക്കൊന്ന് വെച്ച് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിപ്പം കുറച്ച് ഗ്ലൂ നമ്മുടെ ഈ ഒരു പമ്പരത്തിൻ്റെ നടുക്കേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു മോട്ടർ എടുത്തിട്ട് നമ്മൾ ഇതാണ്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ മച്ചാന്മാരെ വേണ്ട നമ്മുടെ മോട്ടറാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാനിലേക്ക് നമ്മൾ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ജസ്റ്റ് ഇതൊന്ന് ഊതുമ്പോഴത്തേക്ക് നമ്മുടെ ഈ ഒരു ഫാൻ കിടന്ന് കറങ്ങുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മോട്ടർ കറങ്ങാൻ നേരത്ത് നമുക്ക് ഇതിൻ്റെ അകത്ത് വൈദ്യുതി ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സെറ്റപ്പാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കാറ്റടിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഫാൻ്റെ ലീഫ് ഇങ്ങനെ കിടന്ന് കറങ്ങുമ്പോൾ നമുക്ക് വൈദ്യുതി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ മച്ചാന്മാരെ ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ള പരിപാടി കൊണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ മച്ചാന്മാരെ ഇനിയിപ്പോൾ നമ്മളാണെങ്കിൽ ഒരു 3/4 ഇഞ്ച് PC പൈപ്പ് ആണെങ്കിൽ നമ്മളൊരു കുറച്ച് നീളത്തേക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഈ ഒരു ബെയറിങ് നമുക്ക് കണക്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു ബെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്പിന്നറിന് വരുന്ന ഒരു ബെയറിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ഈ സ്പിന്നറിൻ്റെ വയറിങ്ങാണ് നമ്മൾ ഇളക്കിയെടുത്തേക്കുന്നത്. ആ ഒരു ബെയറിങ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സ്പിന്നറിൻ്റെ മുകളിലാണെങ്കിൽ ഒരു കുഞ്ഞ് ക്ലിപ്പ് വരുന്നുണ്ട്, ദാണ്ട് ഇതേപോലൊരു സാധനം. അപ്പം ഈ ഒരു സാധനം നമുക്ക് വേണം. ഇതിൻ്റെ അടിയിലും വേറെണ്ണം വരുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം നമുക്ക് ഇളക്കി മാറ്റിയെടുത്തു. ഇനിയിപ്പോൾ നമ്മുടെ ഒരു ബെയറിങ് മാത്രം നമുക്ക് ദാണ്ട് ഇതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്തെടുക്കണം. ബെയറിങ് ആണെങ്കിൽ നമ്മൾ ദാണ്ട് ജസ്റ്റ് ഇതേപോലെ നമ്മൾ കയറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ചുറ്റും നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഇളകി പോവാതിരിക്കാൻ വേണ്ടി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഒട്ടുന്ന വരെ നമുക്ക് വേറെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ മച്ചാന്മാരെ ഏതാണ്ട് നമ്മളിപ്പോൾ എടുത്തേക്കെന്ന് പറഞ്ഞ ഒരു ചാനലാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിലാണെങ്കിൽ നമ്മൾ വയറൊക്കെ വലിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു ചാനൽ തന്നെയാണിത്. ഇതിൻ്റെ കൃത്യം നടുക്ക് ഭാഗത്തേക്കാണെങ്കിൽ നമ്മുടെ ആ ഒരു സ്പിന്നറിൻ്റെ ക്ലിപ്പ് നമുക്കൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിൻ്റെ കൃത്യം നടുക്ക് തന്നെ ആയിരിക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കാറ്റാടി യന്ത്രം കറക്റ്റ് വർക്ക് ചെയ്യത്തില്ല. അപ്പോൾ നേണ്ട നമ്മളിതിൻ്റെ കൃത്യം നടുക്ക് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്പിന്നറിൻ്റെ ക്ലിപ്പാണെങ്കിൽ നമുക്കിതൊന്ന് ഒട്ടിച്ച് വയ്ക്കാം. ഓക്കെ, നമ്മളിതൊന്ന് ഒട്ടിച്ച് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നേണ്ട നമ്മളാണെങ്കിൽ ഒരു തെർമോക്കോളിൻ്റെ പീസ് ഒരു ത്രികോണ രൂപത്തിലാണെങ്കിൽ നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാൻ ആണെങ്കിൽ സെറ്റ് ചെയ്യുമ്പം ഏത് സൈഡിൽ നിന്ന് ആ കാറ്റടിക്കുന്ന അറിയാൻ പറ്റത്തില്ല. അപ്പോഴാണെങ്കിൽ നമുക്ക് എല്ലാ ദിശയിലും ഇങ്ങനെ കൊണ്ടുവയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഈ ഒരു തെർമോക്കോളിൻ്റെ സഹായത്തോടെ ഏത് ദിശയിൽ നിന്ന് കാറ്റടിച്ചാലും ആ ഒരു ദിശയിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫാൻ്റെ ലീഫിനെ കൊണ്ടുവന്ന് എത്തിക്കുന്നതാണ് നമ്മുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ പരിപാടി. അപ്പോൾ നമുക്ക് ഈ ഒരു തെർമോക്കോളാണെങ്കിൽ നമുക്ക് നല്ല ഇതേപോലെ വെച്ചിട്ട് നമുക്ക് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു തെർമോക്കോളിലേക്കാണെങ്കിൽ നമ്മൾ ഈ ഒരു സൈഡിലാണെങ്കിൽ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. മച്ചാന്മാരെ ഇതേണ്ട ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു ചാനലിലേക്കാണെങ്കിൽ നമ്മൾ ദാണ്ട് ഇതേപോലെ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചെടുക്കാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഒട്ടിച്ചു. അപ്പോൾ ദാണ്ട് ഈ ഒരു ലെവലിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തേക്കുന്നത്. ഇനി ഇപ്പോഴാണെങ്കിൽ നമ്മുടെ ആദ്യമത്തെ ആ ഒരു മോട്ടറും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ലീഫും നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ ഒട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതേണ്ട നമ്മുടെ ആ ഒരു മോട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മോട്ടറാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൃത്യം ഫ്രണ്ടിലാണെങ്കിൽ നമ്മൾ ഒട്ടിച്ച് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ അതേണ്ട നമ്മൾ മോട്ടറിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ ഈ ഒരു ചാനലിൻ്റെ ഫ്രണ്ടിലേക്ക് നമ്മൾ വേണ്ട ഒട്ടിച്ചു. ഇനിയിപ്പോൾ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ബെയറിങ് നമ്മുടെ ഒരു PC പൈപ്പിൻ്റെ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരുന്നു. അത് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ക്ലിപ്പാണെങ്കിൽ ആ ഒരു ബെയറിങ്ങിലേക്ക് നമുക്ക് കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ മച്ചാന്മാരെ വേണ്ട നമ്മുടെ ഒരു ബെയറിങ് ആണെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലിപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വേണ്ട ഇതേപോലെ വേണ്ട നമ്മളിപ്പോൾ കണക്ട് ചെയ്തെടുത്തു. അപ്പോൾ മച്ചാന്മാരെ വേണ്ട നമ്മുടെ ബെയറിങ്ങും അതേപോലെ തന്നെ നമ്മുടെ PC പൈപ്പും ആണെങ്കിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത് നമ്മുടെ
ഈ ഒരു സ്പിന്നറിൻ്റെ ക്ലിപ്പിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. അതേപോലെ തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പോൾ നമ്മളാണെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡൊന്നും ഉണ്ടാക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ വേണ്ട ഒരു മൊബൈലിൻ്റെ ഹോൾഡറിലേക്കാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മൾ ആ PC പൈപ്പ് എടുത്തിട്ട് ആ ഒരു മൊബൈൽ ഹോൾഡറിലേക്ക് നമ്മൾ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചേക്കുവാണ്. ഈ ഒരു മൊബൈൽ ഹോൾഡർ നമ്മുടെ ഈ ഒരു ട്രൈപോഡിൻ്റെ സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രൈപോഡ് ഉപയോഗിച്ചാണ് നമ്മളിതിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്നും ആയതിനെ ഒന്ന് ഉയർത്തി വയ്ക്കാം. അപ്പോൾ മച്ചാമാരെ വേണ്ട നമ്മുടെ ഒരു മൊബൈൽ ഹോൾഡർ ആണെങ്കിൽ നമ്മുടെ ട്രൈപോഡിലേക്ക് നമ്മളിപ്പോൾ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്തേണ്ട ഇതിങ്ങനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് വെച്ചാൽ മാത്രം മതി. ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്യണം. ഓക്കെ. ഇപ്പോൾ തന്നെ നമ്മളിപ്പോൾ വെച്ചപ്പോൾ തന്നെ നമ്മുടെ കാറ്റടിക്കുന്നതനുസരിച്ചായിട്ട് നമ്മുടെ ഈ ഒരു പമ്പരം കറന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചങ്ങോട്ട് വളരെ സ്പീഡിലാണ് ഇപ്പോൾ കാറ്റടിക്കുന്നത്. എന്തായാലും ഇത്രയും തന്നെ കറങ്ങുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ല. കാരണം നമ്മുടെ ഈ ഒരു മോട്ടറിന് ചെറിയൊരു കട്ടി പോലെ ഉണ്ടായതുകൊണ്ട് ആ ഷാഫ്റ്റ് ഒന്ന് വർക്ക് ചെയ്യാൻ തന്നെ ഒരു പ്രയാസം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷ. പക്ഷേ സംഭവം അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടേ നമ്മുടെ കാറ്റടിക്കുന്ന ഈ ദിശയിലേക്കാണ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ദിശയിലേക്ക് നമ്മുടെ ഈ ഒരു ഫാനിനെ കൊണ്ടെത്തിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു തെർമോക്കോളിലുള്ള പരിപാടി. അപ്പോൾ നേരെ നമ്മുടെ തെർമോക്കോളാണെങ്കിൽ ഈ ദിശയിലേക്കാണ് കാറ്റടിക്കുന്നത് വെച്ചാൽ അവിടെ എത്തിക്കാനുള്ള പരിപാടിയാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നേരെ കാറ്റ് ഇപ്പോൾ ഈ ദിശയിൽ നിന്ന് അടിക്കുന്നത്. അപ്പോൾ നേരെ നമ്മുടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് നമ്മൾ വിചാരിച്ചതിൻ്റെ കൂട്ട് ഈ വൈദ്യുതി ഉൽപ്പാദിക്കാൻ പറ്റുമോ എന്നാണ് നമ്മളിനി ഇന്ന് നോക്കാൻ പോകുന്നത്. അതിന് നമുക്കൊരു കുഞ്ഞ് LED ബൾബ് നോക്കുന്നത് കത്തുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമ്മുടെ ഈ ഒരു വയറിലേക്ക് നമ്മുടെ LED ബൾബ് നമ്മൾ കണക്ട് ചെയ്തെടുത്തേക്കുവാണ്. അപ്പം നമുക്ക് ഈ ഒരു LED ബൾബ് കത്താനുള്ള വോൾട്ടേജ് നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുമെന്നാണ് നമ്മളിനി നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ കാറ്റടിക്കുന്നതനുസരിച്ച് ചെറുതായിട്ട് ഒന്ന് കത്തുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഈ ഒരു സൂര്യപ്രകാശം കാരണം അത് നല്ലോണം കാണാൻ പറ്റാത്തതുകൊണ്ടാണ്. നമുക്ക് നല്ലോണം ഒന്ന് കാറ്റടിക്കുമ്പോൾ അതേണ്ട നമുക്ക് കാറ്റടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേണ്ട നമുക്കതൊന്ന് ഒന്ന് അമ്മയ്ക്ക് പൊത്തി പിടിച്ച് നമുക്ക് ഇരുട്ടുണ്ടാക്കിയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു കാറ്റിനനുസരിച്ചാണെങ്കിൽ ഈ ഒരു റെഡ് നമ്മുടെ LED ബൾബ് ചെറുതായിട്ട് കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ആണെങ്കിൽ ഇത് അധിക സമയം ഇത് വർക്ക് ചെയ്യുന്നില്ല. നമ്മുടെ കാറ്റിനനുസരിച്ച് കാറ്റപ്പം പോയാലും നമ്മുടെ ഈ ഒരു LED ബൾബ് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നീണ്ട ഇപ്പോൾ നമുക്ക് നല്ലോണം അത്യാവശ്യം നല്ല കാറ്റടിക്കുന്നുണ്ടാകില്ലെന്ന് കാണുന്നുണ്ടോ? അപ്പോൾ മച്ചാന്മാരെ ഇതേണ്ട നമ്മുടെ മൾട്ടിമീറ്റർ വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പം ഈ പമ്പരം കറങ്ങുമ്പം നമുക്ക് 3. അപ്പോൾ മച്ചാന്മാരെ നമുക്ക് നല്ലൊരു കാറ്റില്ലാത്തത് കൊണ്ടാണ് നമുക്ക് നല്ലൊരു വോൾട്ടേജ് കിട്ടാത്തത്. അപ്പോൾ കാറ്റിൻ്റെ ശക്തി അനുസരിച്ച് നമുക്ക് അത്യാവശ്യമുള്ളൊരു വോൾട്ടേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്കൊരു കുഞ്ഞ് LED ബൾബ് കത്തുന്നുണ്ട്. പക്ഷേ അത് നല്ല വെട്ടം ഉണ്ടായത് കൊണ്ട് നമുക്ക് നല്ലോണം കാണാനും പോലും പറ്റത്തില്ല. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go, through the wastelands, through the highways. And on we'll go. അപ്പോൾ മച്ചാന്മാരെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു കാറ്റിൻ്റെ വലിയ പവറൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ഈ ഒരു വിൻമില്ലാണെങ്കിൽ ചെറിയ തോതിലാണ് നമുക്ക് അതിനകത്തൊരു വോൾട്ടേജ് കിട്ടിയത്. പക്ഷേ എന്നാലും നമ്മുടെ ഒരു മിനി മോട്ടറിന് ചെറിയൊരു വോൾട്ടേജ് തരാനുള്ള കപ്പാസിറ്റി ഒക്കെ ഉള്ള അതിന് എന്തായാലും നമ്മൾ ഇതിനെക്കാട്ടി വലിയ വിൻമിൽ നമ്മൾ ചെയ്തിരിക്കും എന്നും പറഞ്ഞാൽ നിങ്ങൾ ആരും പ്രതീക്ഷിക്കുന്നത് ഏറ്റവും വലുതൊന്നുമല്ല. ഒരു 12 വോൾട്ടൊക്കെ കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി വിൻമിൽ നമ്മൾ ചെയ്തിരിക്കും.
അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന പ്രതീക്ഷയോടെ ഇതിൽ നല്ലൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ